ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കോശങ്ങളിൽ, അതിൻ്റെ ഉള്ളിലുള്ള DNA-യിൽ, അതിൻ്റെ ഉള്ളിലുള്ള ക്രോമസോമിനുള്ളിൽ രോഗത്തിന്റെ ശിരോലിഖിതം എഴുതപ്പെട്ടിരിക്കുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, രോഗം, ഇന്ന രോഗം ഇവൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ രോഗം വിത്തായി ഒരു പാമ്പിന്റെ മുട്ടയിലെ സർപ്പക്കുഞ്ഞായി അവിടെ ഉറങ്ങുകയാണ്. അത് വളരണമെങ്കിൽ അതിന് ചൂട് കിട്ടണം, അല്ലെങ്കിൽ ഒരു വിത്തിന് വളരണമെങ്കിൽ അതിന് വളം കിട്ടണം, അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ വിത്തുകൾ ഒരുപാട് കാലം അവിടെ കിടന്നുറങ്ങും. അപ്പോ ഈ അനുകൂലമായ സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ വിത്ത് തലപോകും. എന്താണ് അനുകൂലമായ സാഹചര്യങ്ങൾ? അത് ഉറക്കം കൊളാവുകയാണ്, അല്ലെങ്കിൽ സ്ട്രെസ് അമിതമായ, നമ്മുടെ ആധുനിക ലോകത്തെ ഏറ്റവും വലിയ ശാപം എന്ന് പറയാവുന്ന, ഒരു റിയൽ പാൻഡമിക് എന്ന് പറയാവുന്ന സ്ട്രെസ് ആണ്. നമ്മുടെ ജീവിതത്തിന്റെ പരക്കം പായലിൽ നമ്മൾ വാങ്ങിക്കൂട്ടുന്ന, ഇതിലേ പോകുന്ന സ്ട്രെസ്സുകൾ എടുത്ത് തലയിൽ വെക്കുന്ന നമ്മളുടെ സ്ട്രെസ് ആണ് വലിയ ഒരു വളം. ഈ പാമ്പിൻ കുഞ്ഞിന് വളരാനുള്ള ഏറ്റവും നല്ല പാല് നമ്മുടെ സ്ട്രെസ്സാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി, നമ്മൾ വ്യായാമം ചെയ്യാതെ, ശരീരം അനങ്ങാതെ, അല്ലെങ്കിൽ തെറ്റായ വ്യായാമ മുറകളിലൂടെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വളരെ വലിയ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ആളായിരുന്നു പുനീത് രാജകുമാർ. പക്ഷെ തെറ്റായ വ്യായാമ മുറകളിലൂടെ, തെറ്റായ മെറ്റബോളിക് രീതികളിലൂടെയാണ് അദ്ദേഹത്തിന്റെ വ്യായാമ മുറകൾ, കൺവെൻഷനൽ മസിൽ ഗുരുക്കന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലൊക്കെയാണ് അവരൊക്കെ ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ പാമ്പിൻ കുഞ്ഞിന് വളരാനുള്ള അവസരം നമ്മൾ പല രീതിയിൽ കൊടുക്കുകയാണ്.